നല്ല ഇടിച്ചിട്ട് വണ്ടി എയർ ബാഗൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പുത്തൻ വണ്ടിയാണല്ലോ. കൂർക്കൊന്ന് കറങ്ങിയിട്ട് പോരാ, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പോവാ. കൂർഗിലേക്ക് വന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഇതായിരുന്നു. വഴി തെറ്റി വന്നതാ. ഇന്നലെ നൈറ്റ് കുറേ വീഡിയോസിനൊന്നും മിസ്സായി. പിന്നെ ഇപ്പോൾ ടൈം എത്രയായി? സമയം 1 മണിയായി. നമ്മളിപ്പോഴാണ് ഇറങ്ങണത്. 14 കിലോമീറ്റർ. മൈസൂർക്കൊക്കെ ഇവിടെ 113 കിലോമീറ്ററുള്ളൂ. 113 കിലോമീറ്ററുള്ളൂ. ഈ നേരമായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാപ്പി ഇട്ടു. ഞാൻ നല്ല വൈകുന്നേരം പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ നേരത്തെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലേറ്റായി. 10 മണി കണ്ട് ഞാൻ ഇട്ടത്. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നു. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി അവിടെ റൂം നോക്കണ ഒരു ഇതുണ്ട്. അവർ വന്നിട്ട് അവരുടെ പേര് ലക്ഷ്മി എന്നാ. 3 മക്കളാണ്. ഒരു പയ്യൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജോലിയും കാര്യങ്ങളായിട്ട് കിടന്നിറക്കുന്നുണ്ട്. പിന്നെ ഒരു മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റോറി. ഭയങ്കര വിഷമം തോന്നുന്നു നമുക്ക്. ചേച്ചിക്ക് ഡെയിലി 400 രൂപയുടെ കൂലിയുള്ളൂ. മോള് തൊട്ടപ്പുറത്തൊരു ഇതിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഏകദേശം ഒരു 7,000 രൂപ 8,000 രൂപ അവർക്ക് ശമ്പളമുള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോണൊരു അവസ്ഥയാണ് ചേച്ചിയുടെ. അപ്പോൾ അവർ രാവിലെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടായിരുന്നു, ഉച്ചയ്ക്കും കൂടി കഴിക്കാനായിട്ട്. അത് നമ്മുടെ നാട്ടിൽ മറ്റേ കൊഴുക്കട്ട എന്ന് പറയില്ലേ, ഇത് കാപ്പി തൊട്ടാട്ടോ ആ സാധനമാണ് അത്. അതേപോലത്തെ ഒരു ഫുഡാണ്. പക്ഷേ അതെന്തൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ റൈസ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട പോലെ അതിൽ കിടക്കണത്. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ഈ സംഭവം ഇത് മറ്റേ സ്റ്റീം ചെയ്ത്, അതായത് ഇഡ്ഡലി ചെമ്പിൽ അല്ലെങ്കിൽ ഇതിലും സ്റ്റീം ചെയ്തെടുക്കണ പോലെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേവ് എന്ന് പറയണത്. കറക്റ്റിങ്ങനെ നല്ല രസമുണ്ട് ഇത് കാണാൻ. അതും അവരെ കടലക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റേ തൃശ്ശൂർ ഭാഗത്തൊക്കെ ചൂനമുളക് എന്ന് പറയുക സംഭവം. ആളിത്തിരി ഉള്ളതുകൊണ്ട് കാര്യമില്ലേ, ഭയങ്കര പവർഫുള്ളാണ്. ആ മുളക് ഇട്ടിട്ടുള്ള കറിയും കടലക്കറി എരുണ്ട്. അത് അവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ അത്ര. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്കും കൂടിയും അവർ തന്നു. നന്നായിട്ടുണ്ടായിരുന്നു ഫുഡ്. നല്ല ഫുഡായിരുന്നു. ഒരു കാപ്പി ചോദിച്ചു ഞാൻ, കാപ്പി അല്ലെങ്കിൽ കാപ്പി മതി ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു കാപ്പി ഉണ്ട് പക്ഷേ പഞ്ചസാര ഇല്ലാന്ന്. ഞാൻ പിന്നെ കുഴപ്പമില്ല, വിത്തൗട്ട് മതി. വിത്തൗട്ട് ഒരു കാപ്പിയും കുടിച്ച് പോന്നു. നല്ല എസ്റ്റേറ്റ് ആയിരുന്നു അവരുടെ. ഏകദേശം കണ്ണൂരുള്ള സ്വദേശിയിൽ 33 ഏക്കർ കൊണ്ട് വരുന്നുണ്ട് എസ്റ്റേറ്റ്. നല്ല എസ്റ്റേറ്റ് ഫുള്ള് കാപ്പിയാണ്. ഇവിടെ മെയിൻ കൃഷി അവർ പറഞ്ഞത് കാപ്പിയും മറ്റേ കവുങ്ങും. അത് ഇന്നലെ നൈറ്റ് ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ചു. കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കവുങ്ങും ചെയ്യ് ആണ്. ഇവിടെ മൊത്തം നിൽക്കണത് മൊത്തം കൂടുതലും കവുങ്ങാണ്. അതിൻ്റെ അടിയിൽ കാപ്പിയും. ഒരു ഇടവള കൃഷി എന്ന് പറഞ്ഞ പോലത്തെ. നല്ല ഇടിച്ചിട്ട് വണ്ടി. എയർ ബാഗൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പുത്തൻ വണ്ടിയാണല്ലോ, പുതിയ വണ്ടി. അവിടെ ഇറങ്ങണ ഒരു പച്ച ബസ്സായിട്ട് കൂട്ടിയിടിച്ച് അതിൽ നേരെ ഇല്ലെന്ന് തോന്നുന്നുണ്ട്.
ഇവിടെ നെൽകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നെല്ലിൻ്റെ പടം, നെൽപ്പാടം ഭയങ്കരമായിട്ട് കുറേ ഇതുണ്ടെന്നല്ല പറയണത്. ചെറിയൊരു പോർഷൻ മറ്റേ സാധനം ഇന്നലെ വൈകുന്നേരം 11 മണി നേരത്തെ റൂട്ട് ഞാൻ വരുന്നായിരുന്നു ഒറ്റയ്ക്ക്. വണ്ടികളുണ്ടായിരുന്നു, ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നായിരുന്നു. പക്ഷേ വേറൊരു ഫീല്. നൈറ്റ് വിഷൻ കുറേ പോയിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോ ഉണ്ടായിരുന്നു, എല്ലാം പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്തൊക്കെ കാണാണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്കറിയില്ലേ. നമുക്ക് നോക്കാം. ഇന്നലെ വഴി തെറ്റി വന്നതാ കൂർഗിലേക്ക്, വയനാട് നിന്ന് ഉടുപ്പിലേക്ക് റൂട്ടിട്ടോ. ഞാന് കിട്ടിയതാ കൂർഗ് കൊടക് വഴിയാ പോണേ. ഇതാണ് ഞാൻ പറഞ്ഞ നെൽകൃഷി എന്ന് പറഞ്ഞ്. പക്ഷെ ഇത് വീണാനാ ഇതങ്ങോട്ട് കൂർഗ് ജംഗിൾ വെസ്റ്റ് ഇതിന്. പക്ഷെ അത് പ്രൈവറ്റാ, അത് ഗേറ്റ് അടച്ചിട്ടുണ്ട്, ആണ് പ്രശ്നം. അനധികൃതമായിട്ട് നമ്മൾ കൈയേറ്റം ചെയ്തിട്ട് പിന്നീട് ഒരു വിഷയമാക്കണ്ട. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പക്ഷെ അത് പോയി കാണാം. അതിന് മുകളിൽ കയറ്റി വിടില്ലേ. മറ്റേ സിനിമയിൽ പറഞ്ഞാലോ തോക്ക് കയറാൻ വെടി വയ്ക്കരുത് എന്ന് പറഞ്ഞ പോലെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, ആരും കയറരുത്. പിന്നെ അതുപോലെ ഇവിടെ 2 കുതിരയുടെ ശില്പം. രാജാവ് വെച്ചതാണ്, ആരോ വെച്ചതെന്ന് അറിയില്ലേ. ബ്രിട്ടീഷുകാരെ കാലത്ത് എന്തൊക്കെ ഇത് കൂട്ടിച്ചേർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. പണ്ടത്തെ കുറേ കെട്ടിടങ്ങളാണ്. 17-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 1700 വരില്ലേ. 1700 കാലഘട്ടത്താണ്. അതായത് 1800 കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ ഇത് പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോട്ട എന്ന് പറഞ്ഞാൽ വലിയ കോട്ട. ഇത് ഇവിടുത്തെ അങ്ങോട്ട് കടന്നു പോകാൻ പാടില്ലെന്ന് ഈ ഭാഗത്ത് ഇത് ഇവിടുത്തെ കമ്മീഷണറുടെ ഓഫീസൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ടായിരുന്നു എന്നാണോ ഉണ്ടെന്ന് എന്നാണോ എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. ഇതാണ് ആനയുടെ ശില്പം, ബ്രിട്ടീഷുകാരെ തോന്നുന്നുള്ളത്. ശരിക്കുള്ള എൻട്രി ഇതായിരുന്നു തോന്നുന്നുണ്ട്. ഇവിടെ നിന്നായിരിക്കണം എൻട്രി. അതായിരുന്നു എൻട്രി. ഇപ്പോൾ ഇത് തന്നെയാണല്ലോ എൻട്രി. കുറേനൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥ. നമുക്ക് എത്ര മണിക്ക് 6 മണിയാകുമ്പോൾ അവിടെ എത്തുന്ന പറഞ്ഞത്. ഒരു അരമണിക്കൂർ ഫുഡിങ്ങിന് പോകും. ലേറ്റാക്കണ്ട, പോവാം. ഫീല് പോട്ട് റോട്ടിൽ വളവിൽ വണ്ടി എടുത്ത് 20 മണിക്ക് വരെ. അപ്പം നമുക്ക് 6:30 ആകുമ്പോൾ എത്തുള്ളൂ. നാളത്തെ റൂട്ട് വേറെ ആയിരുന്നു. ഓഫ് സീസണാ, അത് കാരണം ആൾക്കാർ കുറവാകുന്നുണ്ട്. ഈ വണ്ടിയുടെ കൂട്ടിട്ടിച്ച് മക്കനൊന്നും കാണാല്ലേ. ഫുള്ള് റോഡ് പണിയാ. പക്ഷേ നേത്രാവതി പുഴ നല്ല വലിപ്പുണ്ട് കേട്ടോ. വലിയ പുഴയാ. ഞാൻ ചെറിയ പുഴയാന്ന് വെച്ചാൽ നേത്രാവതി.
എത്ര പുതിപ്പുഴ. ഇവിടെ പാലം പണി നടക്കണ കാരണേ, പാലം പണിയില്ല റോഡ് പണി നടക്കണ കാരണേ ഭയങ്കര ബ്ലോക്ക്. അറ്റം വരെ റോഡ് പണിയാ. കുറേ നേരം ബ്ലോക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട്. ഇപ്പോൾ ഒന്ന് റൈറ്റ് തിരിക, അവരായിരിക്കും മികച്ചത്. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് പണിയാ. കണ്ട കേക്ക് മുറിച്ച് വെച്ച പോലെയാണ് ഇവിടുത്തെ മലകളൊക്കെ എടുത്തോണ്ട് പോകണം അവർ കട്ട് ചെയ്തിട്ട്. രസം കാണാൻ കട്ട് ചെയ്തുകൊണ്ട് പോയത് ഒരു പ്രത്യേക ശൈലിയിൽ ഏരിയ മൊത്തം കട്ട് ചെയ്തുകൊണ്ട് പോവുക. എന്നിട്ട് പകുതി ഭാഗം നമ്മൾ മറ്റേ ബർത്ത്ഡേ കേക്ക് മുറിച്ച് കൊടുക്കില്ല, അതേപോലെ എളുപ്പമല്ല. ബൈപ്പാസിൻ്റെ ഭാഗത്തൊന്നും മല തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇത് മലയൊക്കെ ഉണ്ടായിരുന്നു പണ്ടതായത്, കുന്നും മലയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണാനില്ലേ. ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമായി. ഗുരുപുര റിവർ ഗൂഗിളിൽ അങ്ങനെ കാണിക്കണത്. ചെക്കിടാൻ പോകുന്ന സംഭവം രസമുണ്ട്. ഇന്നലെ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് വീഡിയോ ഇട്ടേ. രാവിലെ നോക്കിയപ്പോൾ, രാത്രി പോയി നോക്കിയപ്പോൾ വീഡിയോ ഒന്നുമില്ല, ഫുള്ള് ബ്ലാക്ക്. $58 കിലോമീറ്റർ ഉണ്ടല്ലേ. കല്യാണം കൊണ്ടിട്ട് പോയല്ലോ, ആരോ കല്യാണം പറയുന്നത്. സംഭവം ഇവിടുന്ന് 28 കിലോമീറ്റർ ഉള്ളോ, 3/4 മണിക്കൂർ ട്രാവലിംഗ് ടൈം ആണെങ്കിണ്ട്. ഭയങ്കര കാടാ. അത് വരലാണെന്ന് 1-2 വീടുകൾ മാത്രമല്ല ലൈനിൽ, പക്ഷെ ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ വിജനമായിട്ടുള്ള റോഡ്. നല്ലൊരു സമയം ഇടകലായില്ല. ആൾക്കാരുണ്ടെന്നില്ല, പക്ഷെ വണ്ടികൾ കുറവാ. ഓപ്പൺ റോഡ് പോലെ 80-100 ചാതി വഴി കാട്ടുവഴി തണുത്തിട്ടാണ് കഴിയുക. തനി ഫോറസ്റ്റ്. കാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഓരോ വീട്. കണ്ട ജാതി വഴി 26 കിലോമീറ്റർ, 25 കിലോമീറ്റർ കണ്ട് റൈറ്റിലേക്കുള്ളൂ. ഉടുപ്പി റോഡ് തന്നെ ഇത്. പല്ലി, സ്ഥലത്തിൻ്റെ പേര് പല്ലി. ഞാൻ വണ്ടികളതിൽ